ഇത് ബലാട്ടോൺ ഫ്യുറേത്. ഹംഗറിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സമ്മറായി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. ആടിയും പാടിയും ആർത്തുല്ലസിച്ചും ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരുടേതായ ഓരോരോ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണിവിടെ. മനോഹരമായ ചെറിയ ബോട്ടുകൾ നദിക്ക് കുറുകെ നീങ്ങുന്നത് കാണുവാൻ തന്നെ കൗതുകം നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഈ പോകുന്ന സാധനത്തിന്റെ പേര് എനിക്ക് കൃത്യമായി അറിയാത്തതിനാൽ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി അത് എന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റായി അറിയിക്കുക. തടാകത്തിന് കുറുകെയായി ഒരു കൊച്ചു പെൺകുട്ടി തോണി തുഴഞ്ഞു പോകുന്ന കാഴ്ച ഈ സായാഹ്നത്തെ വളരെയധികം സുന്ദരമാക്കുകയാണ്. ബലാട്ടോണിനോടടുത്തായി തിഹാനി എന്ന പേരിൽ സുന്ദരമായ മറ്റൊരു സ്ഥലമാണിത്. അതിപുരാതനമായൊരു പള്ളിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഹംഗറിയിലെ പുരാതന പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് തിഹാനി. ഇത് പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അതിമനോഹരമായ വിരുന്നാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത്. വിശാലമായി പരന്നു കിടക്കുന്ന ബലാട്ടോൺ തടാകം തന്നെയാണ് ഈ റെസ്റ്റോറന്റിന്റെ പ്രധാന ആകർഷണം. 1055 കാലഘട്ടത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത്. അന്ന് ഹംഗറിയിലെ രാജാവായിരുന്ന ആൻഡ്രൂ ഒന്നാമനാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ആൻഡ്രൂ ഒന്നാമൻ രാജാവിന്റെ മരണശേഷം 1060 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ പള്ളിയിൽ തന്നെ അടക്കം ചെയ്തു. ഇന്നും ഈ പള്ളിയിൽ ആൻഡ്രൂ ഒന്നാമൻ രാജാവിന്റെ ശവകുടീരം ഒരു നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ വന്നു പോകുന്നത്. കണ്ണിന് കുളിർമയേകുന്ന വർണ്ണ കാഴ്ചകൾ തന്നെയാണ് തിഹാനി ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹംഗറിയിലെ ഒരു പ്രധാന നഗരമായ മിസ്കോൾസിൽ നിന്നും 50 കിലോമീറ്റർ അകലെയായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ മനോഹരമായ ഒരു കോട്ടയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഹംഗറി എന്ന രാജ്യത്തെ തുർക്കികൾ ആക്രമിക്കുകയുണ്ടായി. പിന്നീട് അവർ ഹംഗറിയിൽ തുടരുകയും ഇവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. അങ്ങനെ വലിയ വലിയ യുദ്ധങ്ങൾ ഉണ്ടായി. ഒടുവിൽ തുർക്കികളെ ഈ രാജ്യത്തു നിന്നും പുറത്താക്കുന്ന അവസരത്തിൽ രാജ്യത്തിൽ വലിയ ക്ഷാമം അനുഭവപ്പെട്ടു. രാജ്യത്തു നിന്നും പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാം തന്നെ തുർക്കികൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് വസിച്ചിരുന്ന ധനികനായ ഒരു വ്യക്തി നമ്മൾ സാധാരണ അത്തിപ്പഴം പോലെ കാണുന്ന പഴങ്ങൾ ഉണക്കിയെടുത്ത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുദാപെസ്റ്റിലുള്ള കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷിക്കുവാനായി അയാൾ അത് രാജാവിനെ ഏൽപ്പിച്ചു. ഇതിൽ സന്തുഷ്ടനായ രാജാവ് അയാൾ നൽകിയ സഹായത്തിന് പ്രത്യുപകാരമെന്നോണം വിശാലമായ ഒരു ഭൂപ്രദേശം തന്നെ ധനികനായ വ്യക്തിക്ക് നൽകി. ഒപ്പം തന്നെ രാജാവ് ആ ധനികനോടായി ഒരു നിബന്ധനയും വെച്ചു. രാജാവ് നൽകിയതായ പ്രദേശത്ത് കല്ലുകൊണ്ട് ഒരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു നിബന്ധന. ധനികനായ ആ വ്യക്തിക്ക് 7 പെൺമക്കൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ അവരുടെ വിവാഹത്തിനു മുമ്പായി അവരെ വിവാഹം ചെയ്യാൻ തയ്യാറായവരോടായി ഇങ്ങനൊരു കോട്ട പണിത് നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. പിന്നീട് ആ 7 പെൺകുട്ടികളുടെയും വിവാഹം ഒരേ സമയം പുതുതായി പണിത കോട്ടയിൽ വെച്ച് നടന്നു. വിവാഹത്തിന് അവർ രാജാവിനെയും ക്ഷണിച്ചു. അവിടെ വെച്ച് രാജാവ് ആ കോട്ടയ്ക്ക് മനോഹരമായ ഒരു പേരും നിർദ്ദേശിച്ചു. ബോൾദോക്വാര എന്നതായിരുന്നു ആ പേര്. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന കല്ലുകൊണ്ടുള്ള കോട്ട എന്നതായിരുന്നു ആ പേരിനർത്ഥം. അങ്ങനെ 7 പെൺകുട്ടികളും വളരെ സന്തോഷത്തോടെ ആ കോട്ടയിൽ ജീവിച്ചു. ഇന്നും ഇവിടുത്തെ ജനങ്ങൾ ഒരാചാരം പോലെ ഇത് കൊണ്ടാടുകയാണ്. അന്നത്തെ ആ കോട്ടയെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അന്നത്തെ വേഷവിധാനങ്ങളോടുകൂടി അവിടെ വരുന്ന സഞ്ചാരികൾക്ക് അവർ നൽകുന്നത് കണ്ണിന് കുളിർമയേകുന്ന വിരുന്ന് തന്നെയാണ്.
ഇത് കോട്ടയോട് ചേർന്ന് കാണുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. മുകളിലെ കോട്ടയിൽ നിന്നും താഴെയുള്ള റെസ്റ്റോറന്റിലോട്ട് വരുവാനായി മനോഹരമായ പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഈ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത്. മുൻപത്തെ കോട്ടയെ സ്മരിക്കുന്ന വിധത്തിലാണ് ഈ റെസ്റ്റോറന്റിനകം സജ്ജമാക്കിയിരിക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനായി മനോഹരമായ ഒരു ഗാലറിയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വിശാലമായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ആടിയും പാടിയും ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ തന്നെയാണ് ഇവിടെ വരുന്നവർക്കായി ഈ കോട്ട സമ്മാനിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദിയായ ഡന്യൂബ് റിവർ ആണിത്. ഹംഗറിയുടെ തലസ്ഥാന നഗരമായ ബുദാപെസ്റ്റിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. നിരവധി ആഡംബര ബോട്ടുകളാണ് ഈ നദിയിൽ സർവീസ് നടത്തുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഒട്ടനവധി സഞ്ചാരികൾ ബോട്ട് സവാരിക്കായി ദിവസവും ഇവിടെ എത്താറുണ്ട്. ബുദാപെസ്റ്റ് ടൂറിസത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ബോട്ട് സവാരികൾ. ഡാന്യൂബ് റിവറിന്റെ ഇരുവശങ്ങളിലുമായി തല ഉയർത്തി നിൽക്കുന്ന പുരാതനമായ കെട്ടിടങ്ങൾ തന്നെയാണ് ഈ യാത്രയിലെ പ്രധാന ആകർഷണം. ഇത് ഹംഗേറിയൻ പാർലമെന്റ് ആണ്. വളരെ മനോഹരമായാണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബുദാപെസ്റ്റ് നഗരത്തിന്റെ പ്രൗഢിയെ എടുത്തു കാണിക്കുന്നതിൽ ഈ കെട്ടിടം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബുദാപെസ്റ്റിലെ ഡന്യൂബ് റിവറിന് മുകളിലൂടെയുള്ള ഒരു ചെയിൻ ബ്രിഡ്ജാണിത്. ഹംഗറിയുടെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പാലം കൂടിയാണിത്. ബുദാപെസ്റ്റ് എന്നീ രണ്ട് നഗരങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിൽ ഈ പാലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രാത്രി സമയങ്ങളിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞ നവവധുവിനെ പോലെ സ്വർണപ്രഭയിൽ ഹംഗേറിയൻ പാർലമെന്റ് തിളങ്ങി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രൗഢിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുകയാണ്.